ഹേ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ എത്തിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നമ്മൾ മന്തിച്ചെമ്പ് പൊട്ടിക്കണ ഒരു വീഡിയോ, പിന്നെ അതേപോലെ തന്നെ അറേബ്യൻ കുഴിമന്തി ഒന്ന് ട്രൈ ചെയ്യാനാണ്. അപ്പൊ ഈ ഒരു ഏരിയയിൽ മന്തിയുടെ ഈ ഒരു സ്പോട്ട് മാത്രമല്ല, നമുക്ക് നമ്മുടെ ഈ അറേബ്യൻ കുഴിമന്തി ഡിഷ് കിട്ടുന്ന ഒരു സ്പോട്ട്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലാക്കണം ഇവിടുത്തെ അറേബ്യൻ കുഴിമന്തി എങ്ങനെയുണ്ട്, അതിന്റെ ഡിഷ് എങ്ങനെയുണ്ട്, അതിന്റെ രുചി എങ്ങനെയുണ്ട്. അപ്പൊ നമുക്ക് ഇനി ആ വീഡിയോയിൽ കാണാലോ. വാ. നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഈ മന്തി കഴിക്കുന്ന വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മന്തിയുടെ ഒരു ഓപ്പണിംഗ് വീഡിയോ അല്ലെങ്കിൽ ഒരു മന്തിയുടെ പ്രിപ്പറേഷൻ വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇതാ നമ്മളൊരു മന്തിയുടെ ഒരു ഓപ്പണിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പൊ നമുക്കിനി മന്തി തോന്നാലോ. കണ്ടത് 12 കോഴികളാണ്. ഇന്നത്തെ അപ്പൊ ഫുൾ പ്രിപ്പറേഷൻ ആയിട്ടുള്ള 12 മന്തിയുടെ കോഴികളാണ് നമുക്ക് മുന്നിൽ കാണുന്നത്. അപ്പൊ അതിന്റെയാണ് നമുക്ക് ഇന്ന് രുചി മനസ്സിലാക്കേണ്ടതും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഇവിടുത്തെ റെസ്റ്റോറന്റ് പരിചയപ്പെടുത്തുന്നതും. അപ്പൊ നമുക്കിനി വീഡിയോ കാണാലോ. ശരിക്കും ഇവിടെ ഒന്നും ഇല്ലാത്ത ഈ അറേബ്യൻ കുഴിമന്തി ഇവിടെ ട്രൈ ചെയ്യാൻ കാരണം, അറേബ്യൻ കുഴിമന്തി കേച്ചേരിയില് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഞങ്ങളാണ്. ഞങ്ങൾക്ക് വേറെ ഷോപ്പ് ഉണ്ടായിരുന്നു, ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ അത് കഴിഞ്ഞിട്ട് കേച്ചേരിയിലെ ഈ അറേബ്യൻ കുഴിമന്തി ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് ഞങ്ങള് അറഫ ഹോട്ടലാണ്. അപ്പൊ എന്തായാലും ഞങ്ങളതൊന്ന് ട്രൈ ചെയ്യട്ടെ, എന്നിട്ട് അതിന് ഫീഡ്ബാക്ക് അറിയിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവരും കഴിക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ഈ ഐറ്റംസ്? ഇതാണ് ചിക്കൻ പാർസൽ, ഇതാണ് ബീഫ് പിന്നെ ചിക്കൻ കറി, ബീഫ് കറി, അങ്ങനെ ചൈനീസ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അത് തന്നെ ഒരു 5 ഐറ്റംസ് കൂടി വരാണ്ട്. ചിക്കൻ ലോലിപോപ്പ്, ചിക്കൻ ചില്ലി, അങ്ങനെ കുറച്ച് ചൈനീസ് ഐറ്റംസ്, ഫ്രൈഡ് റൈസ് അതൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് ജസ്റ്റ് കുറച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇവർ ഇവിടുത്തെ ഫീഡ്ബാക്ക് അറിയിക്കാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി. അപ്പൊ എന്തായാലും നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ട പോലെ നമ്മളൊരു മന്തിച്ചെമ്പ് ഓപ്പൺ ചെയ്യുന്ന ഒരു വീഡിയോ ഇതിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ വീഡിയോസൊക്കെ നമ്മൾ എന്തായാലും ഫോളോ ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്ന പോലെ തന്നെ നമ്മൾ മറ്റുള്ള ഷോപ്പുകളെല്ലാം നമ്മൾ അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മുടെ ഈ ഫുഡുകളൊക്കെ ട്രൈ ചെയ്യാൻ നമ്മുടെ 2 കൂട്ടുകാർ വന്നിട്ടുണ്ട്, 3 പേര്. അപ്പൊ 2 കൂട്ടുകാരെ പരിചയപ്പെടുത്താം. ഒന്ന് സാബു ചേട്ടൻ, പിന്നെ ഒന്ന് സാംസ് ചേട്ടൻ. ഓക്കെ, പിന്നെ നമ്മുടെ ക്യാമറ പ്രിൻസ് ചേട്ടൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ അറേബ്യൻ മന്തിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇതില് ഈ അറേബ്യൻ മന്തി പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ഓയിലൊന്നും യൂസ് ചെയ്യില്ല, നമ്മുടെ ആവിയിലാണ് വേവിക്കുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. സാധാരണ കുഴിമന്തികൾ ഇപ്പൊ അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്നു, പക്ഷെ അതിനേക്കാളും ഇത്തിരി ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ നമുക്കത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം, എന്നിട്ട് എങ്ങനെയുണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കിടക്കാം. ഓക്കെ, ഇതിപ്പോ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ, ജസ്റ്റ് ഇതിന്റെ ബോൺ പിടിച്ച് ഇളക്കിയപ്പോ തന്നെ ഇതിന്റെ പീസൊക്കെ വീഴണത്. അത്രയും സോഫ്റ്റ്നെസ് ആണ് ഇതിനുള്ളില്. കഴിച്ചു നോക്കിയിട്ടില്ല, അപ്പൊ ഭയങ്കര ഇതിന്റെ തൊലിക്ക് ഭയങ്കര ക്രിഞ്ചി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇതേ നിങ്ങൾക്ക് ഈ വീഡിയോയില് നല്ല രീതിയിൽ കാണുന്നുണ്ടോ? ഇതേ കണ്ടില്ലേ, ഇതിന്റെ പീസൊക്കെ ഭയങ്കര സോഫ്റ്റ്നെസ് ആണ്. അപ്പൊ ഇനി നമുക്ക് മയോണൈസ് ഒക്കെ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അപ്പൊ മയോണൈസ് ഒന്നും മുക്കാണ്ട് നമുക്ക് ജസ്റ്റ് ഒരു പീസ് വെച്ച് നോക്കാട്ടാ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര സോഫ്റ്റ്നെസ് ഉണ്ട്. അപ്പൊ ഇനി മയോണൈസ് ഒക്കെ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് ട്രൈ ചെയ്യാം. സത്യത്തിൽ ഞാൻ അറേബ്യൻ മന്തി ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണേ. അതുകൊണ്ടാണ് തോന്നുന്നത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. സാധാരണ കുഴിമന്തി എന്നൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ട് നമുക്ക് ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്.
ഞാനിന്ന് വരാനുള്ള കാരണം അതാട്ടോ. കുഴിമന്തി എന്ന് പറഞ്ഞപ്പോഴാണ് വരാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയത്. കാരണം നമ്മൾ അധികം കേട്ടിട്ടില്ല തോന്നുന്നു അറേബ്യൻ കുഴിമന്തി. അറേബ്യൻ മന്തി ആദ്യമായിട്ടാണ്. അപ്പൊ എല്ലായിടത്തും കുഴിമന്തികളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മള് എല്ലായിടത്തേക്കും പോകാറില്ല. നമ്മൾ ഫസ്റ്റ് ടൈം വരണത്തുണ്ട്. എന്റെ ഫസ്റ്റ് ടൈമാണ് സാബുചേട്ടനായാലും സാംസനായാലും വന്നെ. അപ്പൊ ഇനി നമ്മള് പുതിയ പുതിയ കൂട്ടുകാരെ കൊണ്ടുവരും. അങ്ങനെ കാണുന്നില്ല. അപ്പൊ റൈസ് ആയാലും സാധാരണ കുഴിമന്തി റൈസിനായാലും ഒരു സ്വല്പം വ്യത്യാസം വരുന്നുണ്ട് ടേസ്റ്റിലായാലും കാര്യങ്ങളിലായാലും. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക ഒരു അറേബ്യൻ കുഴിമന്തി. ഓക്കെ, അപ്പൊ ഇനി ഇതെല്ലാം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. അപ്പൊ ഇനി അടുത്തത് നമ്മള് ബീഫ് റോസ്റ്റ് ട്രൈ ചെയ്യാണ്. ചെറുനാരങ്ങയുടെ പീസ് കിട്ടിയ അപ്പൊ നമ്മള് തിരി ചെറുനാരങ്ങയുടെ നീരൊക്കെ ആക്കുമ്പോൾ രസം ഉണ്ടാവില്ല. ഇനി അടുത്തത് നമ്മുടെ ബീഫ് ഫ്രൈ ആണ്. അതിന് ചെറുതായിട്ടൊരു ചെറുനാരങ്ങയുടെ ഒരു കുത്തിട്ടെ കുറച്ച് സലാഡ് നമുക്ക് മിക്സ് ചെയ്യാട്ട. എന്തായാലും ബീഫ് ഫ്രൈ അല്ലേ. ബീഫ് ഫ്രൈ നന്നായിട്ട് ക്രിഞ്ച് ചെയ്യണ്ടല്ലേ, നല്ല രീതിയിൽ മുഴിഞ്ഞിട്ടൊക്കെ ഉണ്ടല്ലേ. ആ നാരങ്ങ പിഴിഞ്ഞ് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ അറേബ്യൻ മന്തി തന്നെയാട്ടാ. അതാണ് ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം. അപ്പൊ അത് നല്ല ഇവിടെ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു ഫുഡ് ഇല്ല. അപ്പൊ നിങ്ങളത് എന്തായാലും വന്ന് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വയസ്സായവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ എന്തായാലും വന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റം, അല്ലെങ്കിൽ പാർസലായിട്ട് കൈപ്പിടിക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ അറേബ്യൻ മന്തി. കാരണം അതിൽ ഓയിലില്ല, സ്റ്റീമിലാണ് വേവിക്കണേ, ആവിയിലാണ് വേവിക്കണത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആരോഗ്യ പ്രശ്നമാണ് അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ ബീഫ് റോസ്റ്റ് ബീഫ് ഫ്രൈ ഒട്ടും മോശമില്ലെന്നല്ല പറയണേ, അതും ടേസ്റ്റ് ഒക്കെ ഉണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനാലും എടുത്തു പറയുന്ന ഒരു ഐറ്റം അറേബ്യൻ മന്തിയാണ്. അതുകൊണ്ടാണ് അതിന് ഒത്തിരി ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞത്. അപ്പൊ ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ കേച്ചേരി പഞ്ഞിത്തറ റോഡിന്റെ റൈറ്റ് സൈഡിലാണ്. അപ്പൊ എല്ലാവരും എന്തായാലും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യാം. നമ്മുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമന്റിലൂടെ അറിയിക്കുക. ബൈ ബൈ, സീ യു.